വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFന്റെയും BJPയുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നിലവിൽ 18 വാർഡുകളുള്ള വണ്ടൻമേട് പഞ്ചായത്തിൽ LDFന് 8 മെമ്പർമാരും UDFൽ 6 അംഗങ്ങളും 3 BJP അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണുള്ളത്. തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന CPMന്റെ CB എബ്രഹാമിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷം UDFന്റെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമായ സുരേഷ് മാനഗേരി പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. പ്രസിഡന്റിനെതിരെ വികസന മുരടിപ്പും അഴിമതിയും ഫണ്ടുകൾ പാഴാക്കിയതും ചൂണ്ടിക്കാട്ടിയാണ് ഇടതംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുത്ത കമ്മിറ്റിയിൽ നിന്നും UDFന്റെയും BJPയുടെയും അംഗങ്ങളും പ്രസിഡന്റും വിട്ടുനിന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലം ഇല്ലാത്തതിനാൽ വരണാധികാരി പ്രമേയം തള്ളിക്കളയുകയും ചെയ്തു. ഇതോടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. LDFലെ 8 അംഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. പണത്തിന്റെ അതിപ്രസരവും UDF BJP കുറുമുന്നണിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഫലമാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതെന്ന് LDF മെമ്പർമാർ ആരോപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെപ്പാടെ 65% പൈസയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്തിന് കിട്ടുന്ന പൈസ വിനിയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം അതിനനുസരിച്ച് പണം കിട്ടുകയുള്ളൂ. അത് ചെയ്യാതിരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരും വർഷങ്ങളിൽ പൈസ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതിന് ഗവൺമെന്റ് പൈസ തന്നില്ല എന്ന് പല ന്യായങ്ങളാണ് പറയുന്നത്. പക്ഷെ തൊട്ടടുത്തെല്ലാം പഞ്ചായത്തുകളുണ്ട്, അവരെല്ലാം വിനിയോഗിച്ചിട്ടുണ്ട്. ചില ഇറച്ചിക്കട 7 ലക്ഷം രൂപയ്ക്ക് പോകേണ്ട ഇറച്ചിക്കട ലേലം പോലും ചെയ്യാതെ ഇറച്ചി വെട്ടിക്കുകയാണ് വലിയ തോതിൽ പൈസ മേടിച്ചുകൊണ്ട്. അവിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇനി തുറന്നു വെട്ടണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാശ് മേടിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ മെമ്പർമാരെ വിലക്കെടുത്തിട്ടാണ് അവിശ്വാസം പാസ്സാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചത്. UDF ഭരണസമിതിക്കെതിരെ അനാവശ്യമായി നടത്തുന്ന കുപ്രചരണങ്ങളെയും ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പരാജയപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിക്കെതിരെ LDFന്റെ കുറേ കുപ്രചരണങ്ങൾ ഈ പഞ്ചായത്തിന്റെ നിരവധി മേഖലകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങളുമായി LDF മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ അവരുടെ ജനപ്രതിനിധികളായിട്ട് UDF മെമ്പർമാരെ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇത് പരാജയപ്പെടുവാനായിട്ട് പരിശ്രമിച്ച മുഴുവൻ മെമ്പർമാർക്കും എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലം ഫണ്ടുകൾ നൽകാതെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചതിന്റെ ജാള്യത മറയ്ക്കാൻ LDF നടത്തിയ നീക്കമാണ് ഇവിടെ പരാജയപ്പെട്ടതെന്ന് പ്രസിഡന്റ് സുരേഷ് മാനഗേരി പറഞ്ഞു. LDF ഗവൺമെന്റിന്റെ അനീതിക്കും അക്രമത്തിനെതിരെ ഒരു കാരണവശാലും ഒരു പൊതുജനങ്ങളും ഒരു മെമ്പർമാർ ജനപ്രതിനിധികളും കൂട്ടു നിൽക്കത്തില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സർക്കാരിന് പൈസ ഇല്ലെങ്കിലും സഹകരണന്മാർക്ക് പൈസ ഉണ്ട് എന്ന് പറഞ്ഞ ലക്ഷ്യമാണ് ഇതിൽ കാണിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവര് ഒരുപാട് പൈസയുമായി ഓരോ മെമ്പർമാരെ സമീപിച്ചു. പക്ഷെ ഒരു മെമ്പർമാരും അതിന് കൂട്ടാക്കിയില്ല. അതിനകത്ത് അവരുടെ ഈ അനീതിക്കെതിരെ കൂട്ടുനിന്നില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3ാമത് തവണയാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.